നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ ബാക്കി വെച്ച കുറച്ച് ബസ്സിലെ കഥകൾ പറയട്ടെ. ഇടയ്ക്ക് വേറെ വിഷയങ്ങളൊക്കെ വന്നത് കാരണം അതൊക്കെ പറയാൻ വിട്ടുപോയി. അതായത് ഈ റൈസിംഗ് സൺ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോകുന്ന ബസ്സെന്ന് പറയുന്നത് സെൻറ്റ് ആൻ്റണിയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ആ ബസ്സിലും. അതിനകത്തൊരു ജോർജ് കുട്ടിച്ചാനുണ്ട്. ജോർജ് കുട്ടിച്ചാൻ നല്ല കോമഡിയാട്ടോ. നമ്മുടെ അളിയൻ്റെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി കോമഡിയാണ്. ഈ പിള്ളേരെല്ലാം കൂടെ നെടുങ്ങുന്നൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ആ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അന്ന് സെൻറ്റ് ആനിയിലെ ഡ്രൈവർ എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. അപ്പോൾ സ്പീഡിൽ അങ്ങോട്ട് വണ്ടി വിട്ട് കഴിയുമ്പോൾ ഒരൊറ്റ ബ്രേക്ക് ചവിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർ മുഴുവനും കൂടെ ഭൂന്നും പറഞ്ഞ് ആ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. അപ്പോൾ കുറേ സ്പേസ് വരും അവിടെ. എല്ലാവരും നല്ല കംഫർട്ടായിട്ടൊക്കെ ഇരിക്കുന്നിടത്തു നിന്ന് ഈ പിടിയെല്ലാം വിട്ടിട്ട് സ്റ്റൂക്കെന്ന് പോയൊരു തിപ്പം. അപ്പം ഈ നമ്മുടെ ജോർജ് കുട്ടിച്ചാന് ഒരു ഡയലോഗുണ്ട്. അത് ഭയങ്കര ഈണത്തിൽ ഭയങ്കര രസമാണത് കേൾക്കാൻ. അതിങ്ങനെയാണ്, വൺസ് മോർ, ഇത്രയും നീളത്തിലാണ് അത് പറയുന്നത്. വൺസ് മോർ എന്നൊരു പറച്ചിലുണ്ട്. അത് ഭയങ്കര കോമഡിയായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഈ ആൾ കൂടി കഴിയുമ്പോൾ ഈ ഡ്രൈവർമാരുടെ ഒരു ബ്രേക്ക് ചവിട്ടുണ്ട്. സ്പീഡിൽ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഈ എല്ലാവരും കൂടി ഇടിച്ച് തള്ളി ഒരു അട പോലെ ആകും. ഒരു എത്തും. പിടിക്കാതൊക്കെ നിൽക്കുന്നവരുടെ ഇടപാട് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി ആ സമയത്തൊക്കെ. അപ്പോൾ അതുപോലെ ഈ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ അളിയനൊരു അമ്മച്ചിയോട് ഇറങ്ങി വരാൻ പറയുക. റൈസിംഗ് സണ്ണിലെ ഇറങ്ങി വാ, ഇങ്ങനെ ഞൊഴഞ്ഞിറങ്ങി വാ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു അമ്മച്ചിയോട്. ഇച്ചിരി പ്രായം ചെന്ന അമ്മച്ചിയാണ്. അപ്പോൾ ഭയങ്കര തിരക്കല്ലേ. അപ്പം ഞൊഴഞ്ഞിറങ്ങി വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിക്ക് ദേഷ്യം വന്നിട്ട് അമ്മച്ചി ചോദിക്കുകയാണ്, ഞൊഴഞ്ഞിറങ്ങി വരാൻ ഞാൻ എന്താണ് പഴുതാരയാണോ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില കുറേ തമാശകളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു അമ്മച്ചി വെളിയിൽ നിന്ന് വിളിക്കുക ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മാമൂടായപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞെ ഇറങ്ങി വാ, കുഞ്ഞിറങ്ങി വാ, കുഞ്ഞേ എന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞെന്നല്ല, കൊച്ചിറങ്ങി വാ, അപ്പോൾ അളിയൻ പറയുന്നുണ്ട്, കൊച്ചിൻ്റെ പേര് പറ. അപ്പോൾ ഒരു പ്രായം ചെന്നൊരു 70-75 വയസ്സായ ഒരു അമ്മച്ചിയാണ് ഇത് വിളിക്കുന്നത്. അപ്പം കൂടെ ഉണ്ടായിരുന്ന കൊച്ചിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൊച്ചേ ഇറങ്ങി വാ. അപ്പോൾ അവസാനം ഇവർ കൊച്ചേ അവസാനം ഇവരുടെ പേര് വിളിക്കുക, പേര് പറയാൻ പറഞ്ഞു. അപ്പം സരസ്വതിയമ്മ എന്നാണ് കൊച്ചിൻ്റെ പേര്. ഇറങ്ങി വന്നപ്പം ഈ താഴെ നിന്ന് വിളിച്ച അമ്മച്ചിയെക്കാട്ടിലും ഒരു 10 വയസ്സെങ്കിലും കൂടുതൽ പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് ഈ കൊച്ച്. അപ്പോൾ നമ്മൾ ഈ പേരിടുമ്പോഴേ ചിലപ്പം കൊച്ചേന്നും മോളേന്നും ഒക്കെ ചേർത്ത് വിടുമ്പോൾ ഈ 90 വയസ്സായാലും മോള് തന്നെയായിട്ടിരിക്കും. നമ്മൾ ഈ ചിലപ്പോൾ ചെല്ലപ്പേരൊക്കെ വിളിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ തമാശകൾ നമ്മളിപ്പം ഇങ്ങനെ ഈ ബസ്സിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴേ പഴയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അതുപോലെ ഒരു ചേച്ചി പത്തനാട്ടിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു പെങ്കൊച്ച്, നല്ല ചില്ലെന്നൊരു പെങ്കൊച്ച്, ഒരു 5-8 വയസ്സുള്ളൊരു പെങ്കൊച്ചുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ അപ്പം സീറ്റ് തീരെ കുറവാണ് എത്രാട്ടൊക്കെ വരുമ്പോഴത്തേക്കേ കുളത്തൂർമൊഴിയിൽ നിന്ന്. അപ്പം ഒരൊറ്റ പറച്ചിലാണ്, മോളെ ഓടിപ്പോയി ആ ഷീറ്റിൽ ഒരെണ്ണം ഇങ്ങനെ പിടിക്കണം എന്ന്, ഓടിപ്പോയി ഒരു ഷീറ്റ് പിടിച്ചോണേ അമ്മയ്ക്കൂടെ എന്ന് പറയുന്നൊരു അമ്മച്ചിക്കൂടെ, അതായത് വല്യമ്മയാണ് കൂടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഇന്നലത്തെ എന്ന പോലെ ഇങ്ങനെ കണ്ണിൽ ഓർമ്മ നിൽക്കുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആ ബസ്സിലിങ്ങനെ ഇരിക്കുമ്പം ഒരു ഷീറ്റ് അമ്മച്ചിക്കൂടെ പിടിച്ചോണെന്ന് പറയുന്ന ആ കാഴ്ചയൊക്കെ ഓർക്കുമ്പോഴേ ചിലപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളല്ലേ ഒക്കെ ഇങ്ങനെ ഓർക്കും. ഈ റൈസിംഗ് സണ്ണും സെൻറ്റ് ആനിയും സത്യം പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു രണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോൾ NSS ചങ്ങനാശ്ശേരി NSS പഠിക്കുമ്പോൾ, പിന്നെ ജാനോഷ്, ആരാധന, അങ്ങനെ കുറേ ബസ്സുകൾ. അത് ഞങ്ങളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിന് ഇറങ്ങിയാൽ ബസ്സുണ്ട്. അതായത് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ പത്തനാടിന് പോകണോ, നമുക്ക് നമ്മുടെ സമയത്തിന് ഇറങ്ങിയാൽ നമുക്ക് അവിടെ ബസ്സുണ്ടാവും. അതൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. കാരണം എല്ലാവരും ഓരോരുത്തരും ബസ്സിൻ്റെ സമയത്തിന് ഇറങ്ങി വേണമല്ലോ പോയി കാവൽ നിൽക്കാൻ. ഇതിപ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ ഇറങ്ങിയാലും ബസ് ഫ്രണ്ടിലുണ്ടായിരുന്നു. അതൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ബസ് യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ഓർത്തു പോകും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പണ്ടൊക്കെ ചില കൊച്ചു വീടുകൾ ഇരുന്ന സ്ഥലത്തൊക്കെ ഇപ്പം വലിയ 2 നില വീടുകളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒന്നുകിൽ ആ വീടൊക്കെ ആരെങ്കിലും വിറ്റ് വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് കൊച്ചുങ്ങളായിരുന്ന കുട്ടികളൊക്കെ ഇപ്പം വലിയ നിലയിലെത്തി അവർ നല്ല ജോലിയൊക്കെ മേടിച്ച് വലിയ വീടുകളൊക്കെ വെച്ചതായിട്ട് നമുക്ക് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് അറിയാമല്ലോ അല്ലേ. നമ്മളിപ്പം
ഒരു യാത്ര ചങ്ങനാശ്ശേരിക്ക് പോകുമ്പം പല പല കൊച്ചു വീടുകളുടെ സ്ഥാനത്ത് ഇപ്പം വലിയ വലിയ കെട്ടിടങ്ങൾ ആണിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അന്ന് കൊച്ചു കുടിലിരുന്ന സ്ഥാനത്ത് ആ കുട്ടികളൊക്കെ വലുതായി നല്ല നിലയിലെത്തിയല്ലോ ഓർക്കുമ്പോൾ ഒരു സന്തോഷം. പല വീടുകളും അല്ലേ, ചില വീടുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന കാണാം. അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ ആരും ഇല്ല. അന്നൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഈ കടക്കാരൊക്കെ ഉണ്ട്. ഈ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് കട തുറക്കുന്നപ്പോൾ കാണും. കാരണം ഞാനായിരുന്നു എന്നും ഒരേ സൈഡിൽ പോകുന്നതുകൊണ്ട് ആ ഒരു സൈഡിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയാണ്. അപ്പം അവരൊക്കെ ഇപ്പം കുറച്ച് പ്രായമായി വയസ്സന്മാരായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രസങ്ങളായിട്ടൊക്കെ ഉള്ള രസങ്ങൾ ഈ ബസ്സിന് പോകുമ്പോഴും കോളേജ് കാലങ്ങളും ഒക്കെ ഓർക്കുമ്പം ഉണ്ട്. ഭയങ്കര യുദ്ധം പിടിച്ച കാലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു ദിവസം പറയാം. ഭയങ്കര യുദ്ധം നടത്തിയ ഈ പറഞ്ഞ പോലെ സമയങ്ങളൊക്കെ ഉണ്ട് ചില ബസ്സിൽ. ഞങ്ങൾ വാഴൂർ പഠിക്കുന്ന സമയത്തൊക്കെ അതും ഒരു രസമാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു തമാശ, പക്ഷേ അന്ന് വളരെ സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നു. നല്ല രസമാണ് അല്ലേ, ബസ്സിൽ യാത്രയെന്ന് പറയുന്ന ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അപ്പോൾ അതും പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ 92, 95, 97 ആ സമയത്തൊക്കെ യാത്ര ചെയ്തവർക്കൊക്കെ ഭയങ്കര ഒരു ഓർമ്മയാണ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കാർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. നമുക്കൊക്കെ അന്ന് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നിരിക്കുന്നവരെയും അടുത്തിരിക്കുന്നവരോടും നിൽക്കുന്നവരോടും സംസാരിച്ച് ആ ബസ്സിൽ എന്നും സ്ഥിരം യാത്ര ചെയ്യുന്ന എല്ലാവരെയും നമുക്കറിയാമായിരുന്നു. അങ്ങനെയൊന്നുള്ളൊരു സംഭവമില്ല. എല്ലാവരും അവരവരുടെ ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ കുറേ ആൾക്കാരെ ഇപ്പോഴും കാണുമ്പം അന്ന് കണ്ടതല്ലേ പഠിച്ചതല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഇന്ന് ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും തമാശകൾ കേട്ടോ, നല്ല രസമുണ്ട് അല്ലേ, നല്ല കാര്യമാണ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇച്ചിരി വെയിൽ കൂടിപ്പോയി, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.